നീർച്ചാലുകൾ അടച്ച് മാലിന്യക്കൂമ്പാരം. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നാട്ടുകാർ തന്നെ മാലിന്യം നീക്കം ചെയ്യേണ്ട സ്ഥിതിയാണ്. തൽക്കാല ആശ്വാസമല്ല, ശാശ്വത പരിഹാരം തന്നെയാണ് വേണ്ടത്. ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും കൈവിട്ടപ്പോൾ മാലിന്യ പ്രശ്നം ജനങ്ങൾ തന്നെ ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. നമ്മൾ ഈ മാലിന്യ പ്രശ്നം കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MLA, MP, മുനിസിപ്പൽ സെക്രട്ടറി, ജില്ലാ കളക്ടർ തുടങ്ങിയവർക്ക് പരാതിയുണ്ട്. ജില്ലാ കളക്ടർക്ക് കൊടുത്ത പരാതി അടിസ്ഥാനത്തിൽ മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥർ വന്ന് കഴിഞ്ഞ ദിവസം വന്ന് റെയിൽവേക്ക് നോട്ടീസ് കൊടുത്തു എന്ന് പറയുന്നു. പക്ഷേ നടപടിയൊന്നും ആയിരുന്നു. ഇതിപ്പോൾ സംഭവിക്കുന്നത് ഇദ്ദേഹം ഈ പരിസരവാസിയാണ്. ഇദ്ദേഹം ഇത് വെട്ടി വഴി ഈ നീർച്ചാലിൽ തെളിക്കുവാണ്. കാരണം അത് സ്വാഭാവികമായി നീർച്ചാൽ വലിയൊരു വെള്ളക്കെട്ട് അനുഭവപ്പെടുന്ന സ്ഥലത്ത് നിന്ന് ഈ വെള്ളം ഒഴുകിക്കൊണ്ട് സ്വാഭാവികമായി നീർച്ചാൽ പോലും തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് ഈ മാലിന്യം ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ പ്രദേശത്തെ ഒരു രാഷ്ട്രീയ പാർട്ടികളോ നേതാക്കന്മാരോ ഉത്തരവാദിത്തപ്പെട്ടവരോ ആരും ഇതിനകത്ത് വലിയൊരു താല്പര്യം കാണിക്കുന്നില്ല. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. പക്ഷേ എന്നാലും ഇത് ഈ പരിസരവാസികളുടെ ബുദ്ധിമുട്ടുകൾ ഭയങ്കരമാണ്. ഇപ്പോൾ ഈ നീർച്ചാൽ വരെ തടസ്സപ്പെടുത്തിയാണ്. അതിനകത്ത് നിയമങ്ങൾ എല്ലാവർക്കും അറിയാം, നീർച്ചാൽ തടസ്സപ്പെടുത്തിയാലുണ്ടാകുന്നത്. അപ്പോൾ റെയിൽവേയുടെ സ്ഥലത്താണ്. റെയിൽവേക്ക് എന്തും കാണിക്കാം. റെയിൽവേയുടെ നമുക്ക് ചോദ്യം എന്തായാലും ഇന്ത്യയുടെ റെയിൽവേ അല്ലേ, ഇന്ത്യൻ റെയിൽവേ ആണല്ലോ. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ജീവിക്കുന്ന ജനങ്ങൾക്ക് സമാധാനം കൊടുക്കേണ്ടത് ഇവിടുത്തെ ഭരണാധികാരികളുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ മുനിസിപ്പാലിറ്റി പറയുന്നത് റെയിൽവേയുടെ സ്ഥലത്തല്ലെന്ന്. പക്ഷേ റെയിൽവേയുടെ സ്ഥലത്താണെങ്കിൽ പോലും ഈ മുനിസിപ്പാലിറ്റിക്ക് കരം കൊടുക്കുന്ന ആൾക്കാരാണ് ഇവിടെ ജീവിക്കുന്നതെന്നുള്ള കാര്യം കൂടെ മുനിസിപ്പൽ അധികൃതർ ഓർക്കുക. എത്രയും പെട്ടെന്ന് നടപടിയെടുക്കുക. അല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം ഇവിടുത്തെ ജനങ്ങളുമായിട്ട് സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധം നടത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും പൊതുസമൂഹത്തിൻ്റെ ഒരു ശ്രദ്ധ എപ്പോഴും ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കാര്യം വീണ്ടും റിപ്പോർട്ട് ചെയ്യുന്നത്.